ഹായ് ഓൾ, വെൽക്കം ടു സൈലം. സോ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പോയിന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എക്സാമിന് റെയിൽവേ എക്സാം ആവട്ടെ, അതുപോലെ തന്നെ SSC എക്സാം ആവട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ, ബയോളജിയിലെ ഒരു ഏരിയ ആണ് നമ്മുടെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു സെഷൻ. സോ വൈറ്റമിനിൽ ഏതൊക്കെ വൈറ്റമിൻ്റെ കെമിക്കൽ നെയിംസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. കൺഫ്യൂസിങ് ആണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ആൻസർ കിട്ടാവുന്നത് ഒരു സെഷൻ തന്നെയാണ് നമ്മുടെ വൈറ്റമിൻസോ അതിൻ്റെ കെമിക്കൽ നെയിംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി തന്നെ പല വൈറ്റമിൻ ടൈപ്സ് ആയിട്ടുണ്ട്. വൈറ്റമിൻ B1 ഉണ്ട്, വൈറ്റമിൻ B2 ഉണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്. അതിൻ്റെയൊക്കെ ഓരോന്നായിട്ടുള്ള പേരുകൾ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, കണക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1 എന്ന് പറയുന്ന വൈറ്റമിൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈറ്റമിൻ B1. B1ന്റെ പേരെന്താണ്? സോ B1ന്റെ പേരെന്ന് പറയുന്നത്, അതിൻ്റെ പേരാണ് തയമിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് B1 എന്നുള്ള ഈ ഒരു പേര് കാണുമ്പോൾ, B1 എന്ന ചോദ്യത്തിൽ കാണുമ്പോൾ കൃത്യമായിട്ട് തയമിൻ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് നമ്മുടെ ഫോക്കസ് പോകണം. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ലിങ്ക് നമ്മൾ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു സംഗതിയാണ്. ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഏതെങ്കിലും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ B1 ആ 1 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണുമ്പോൾ നമ്മൾ തൈമിനിലേക്ക് പോകണം, അല്ലെങ്കിൽ T എന്ന് പറയുന്ന ഒരു ലെറ്ററിലേക്ക് പോകണം. സോ 1 നമ്മളിങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ലെറ്റർ ആയിരിക്കും T എന്ന് പറയുന്നത്. ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമിലർ ആണ്. ആ ഒരു ഭാഗത്ത് ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്താൽ തന്നെ, ഈ 1ന്റെ സൈഡിലായിട്ട് ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ഒരു ലെറ്റർ ആയിരിക്കും T എന്ന് പറയുന്നത്. സോ തൈമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ്റെ പേര് തുടങ്ങുന്ന Tയിലാണ്. സോ B1 എന്ന് പറഞ്ഞാൽ തൈമിൻ ആണ്. 1 കാണുമ്പോൾ T എന്ന് പറയുന്ന ഒരു ലെറ്ററിലേക്ക് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റണം. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വൈറ്റമിൻ B2 നമുക്ക് പോകാം. വൈറ്റമിൻ B2ന്റെ പേരെന്ന് പറയുന്നത്, കെമിക്കൽ നെയിം എന്ന് പറയുന്നത് റൈബോഫ്ലേവിൻ എന്നാണ്. വൈറ്റമിൻ B2ന്റെ പേര് റൈബോഫ്ലേവിൻ എന്നാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? B2 എന്ന് കാണുമ്പോൾ റൈബോഫ്ലേവിൻ ഓർമ്മ വരണം. അതായത് 2 എന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? R എന്ന് പറയുന്ന ലെറ്റർ ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന ഈ ഒരു ന്യൂമറിക്കലിന്, ഈ ഒരു നമ്പറിന് ഇങ്ങനെ ഒരു ഇമാജിനറി ആയിട്ട് ഒരു വര, സ്ട്രേറ്റ് ലൈൻ അവിടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫബറ്റ് എന്ന് പറയുന്നത് എന്താണ്? R തന്നെയാണ്. സോ B2 എന്ന് കാണുമ്പോൾ എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടണം? R-ലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടണം. സോ B2 ഈസ് റൈബോഫ്ലാവിൻ. സോ 2 വൈറ്റമിൻസ് ആയി, B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് B3യിലേക്കാണ്. ഓക്കെ, B3യുടെ പേരെന്ന് പറയുന്നത് നിയാസിൻ എന്നാണ് അയാളുടെ പേര്. B3യുടെ പേര് നിയാസിൻ എന്നാണ്. സോ 3നെയും നിയാസിനെയും നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് B3നെയും നിയാസിനെയും കണക്ട് ചെയ്ത് വെക്കണം. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇയാളെ മലയാളത്തിലൊന്ന് എഴുതി നോക്കുകയാണ്. നിയാസിൻ. ന എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് ഞാൻ അയാളെ ലിങ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 3 ഉണ്ട്, നാ ഉണ്ട്. അപ്പൊ 3 ഇങ്ങനെ എഴുതി അതിനെ ഇങ്ങനെ ഒന്ന് കോൺഫിഗറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നാ പോലെ എനിക്ക് മനസ്സിലേക്ക് വരും. സോ നിയാസിൻ എന്നുള്ള മലയാളം വാക്കിലേക്കാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. അതിലൂടെ നിയാസിൻ എന്ന് പറയുന്ന പേര്. സോ B3 എന്ന് പറഞ്ഞാൽ നിയാസിനാണ്. സോ തൈമിനായി, റൈബോഫ്ലേവിനായി, നിയാസിനായി. ഇത് 3 സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. B4 എന്ന് പറയുന്ന വൈറ്റമിൻ ഇല്ല. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് B5ലേക്കാണ്. നമ്മൾ പോകുന്നത്. B5ന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? പാൻഡോതെനിക് ആസിഡ് എന്നാണ് അയാളുടെ പേര്. പാൻഡോതെനിക് ആസിഡ്. B5 പാൻഡോതെനിക് ആസിഡ്.
നമ്മൾ 5 സൈഡുള്ള 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ, ഒരു ജോമെട്രിയിൽ നമ്മൾ 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ വിളിക്കുന്ന പേരെന്താണ്? 5 സൈഡ് ഉണ്ടെങ്കിൽ പെന്റഗൺ എന്നാണ് വിളിക്കുക, പെന്റഗൺ. അപ്പോൾ 5ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് പെന്റ് എന്ന് പറയുന്ന വാക്ക്. നമ്മൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാലും അവിടെ ഹൈഡ്രോ കാർബൺസിനെ പറ്റി പഠിക്കുമ്പോൾ 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ് എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡാണ് കൊടുക്കുന്നത്. അപ്പൊ പെന്റ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 5 എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൽ, 5 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ B5 എന്ന് പറയുന്നത് പാൻഡോ എന്ന് ഓർമ്മിക്കുന്നതിന് പകരം പെൻഡോ എന്ന് കണക്ട് ചെയ്യാം. സോ പാൻഡോതെനിക് ആസിഡ്, പെൻഡോതെനിക് ആസിഡ്, B5 പാൻഡോതെനിക് ആസിഡ്. സോ B1, B2, B3, B5 വരെ നമ്മൾ എത്തി. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് B6ലേക്കാണ്. B6ന്റെ പേരെന്ന് പറയുന്നത് പിരിഡോക്സിൻ എന്നാണ്. പിരിഡോക്സിൻ എന്നാണ് അയാളുടെ പേര്, പിരിഡോക്സിൻ. സോ B6 പിരിഡോക്സിൻ എന്നാണ് അയാളുടെ പേര്. 6നെ ഞാനിങ്ങനെ തിരിച്ചിട്ട്, 6നെ ഞാനൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒരു പി പോലെയുള്ള ഒരു ഷേപ്പിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ B6 പിരിഡോക്സിൻ, B6 പിരിഡോക്സിൻ. എങ്ങനെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും, അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. B6 എന്ന് പറയുന്നവൻ പിരിഡോക്സിൻ ആണ്. ഇനി അടുത്തതായിട്ട് B7 ആണ്. B7ന്റെ പേരെന്ന് പറയുന്നത് ബയോട്ടിൻ എന്നാണ്, ബയോട്ടിൻ. സോ 7നെയും ബയോട്ടിനെയും കണക്ട് ചെയ്യണം. 7 ബയോട്ടിൻ, ബയോ എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ 7ാം ക്ലാസ് വരെ സയൻസ് എന്ന് പറയുന്നത് ഒരു ജനറൽ സയൻസ് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഒരുമിച്ച്, എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ 8ാം ക്ലാസ് തൊട്ട് ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ, ബയോളജി വേറെ എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ബയോളജി എപ്പം മുതൽ പഠിക്കാൻ തുടങ്ങുന്നു? 7ാം ക്ലാസ്സിന് ശേഷം. സോ 7ാം ക്ലാസ്സിന് ശേഷം ഞാൻ ബയോളജി പഠിച്ചു തുടങ്ങുന്നു. സോ B7 ബയോട്ടിൻ, ബയോ എന്നുള്ള ഒരു ടേം എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയ അവിടെ. ഓക്കെ, B7 ബയോട്ടിൻ, B7 ബയോട്ടിൻ. ഇനി B8 അല്ല, B9 ആണ് വരുന്നത്. B9ന്റെ പേരാണ് ഫോളിക് ആസിഡ് എന്നാണ് ഇയാളുടെ പേര്, ഫോളിക് ആസിഡ്. അപ്പൊ 9 ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. ഫോളിക് ആസിഡിലെ F എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കും. Fനെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഈ 9ന്റെ ഒരു തിരിച്ചിട്ട വേർഷനായി. സോ ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്. ഇനി ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് B12, ഏറ്റവും അവസാനം B12 പഠിക്കാറുണ്ട്. B12ന്റെ പേരെന്ന് പറയുന്നത് സയനോകൊബാലമിൻ എന്നാണ്. സയനോകൊബാലമിൻ എന്നാണ് വൈറ്റമിൻ B12ന്റെ പേര്. സയനോകൊബാലമിൻ എന്നാണ് B12ന്റെ പേര്. സോ B12 ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഒരു വൈറ്റമിൻ ആണ്. ഏറ്റവും B12 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത് സയനോകൊബാലമിൻ ആണ് വൈറ്റമിൻ B12. സോ വൈറ്റമിൻ ബിയുടെ എല്ലാ ലിസ്റ്റും നമ്മൾ പഠിച്ചു. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തൈമിൻ, എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കി. B2 എന്ന് പറയുന്നത് റൈബോഫ്ലേവിൻ, B3 എന്ന് പറയുന്നത് നിയാസിൻ, B5 എന്ന് പറയുന്നത് പാൻഡോതെനിക് ആസിഡ്, B6 എന്ന് പറയുന്നത് പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്ന് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സയനോകൊബാലമിൻ ഈസ് എ മാൻ മെയ്ഡ് ഫോം ഓഫ് വിച്ച് വിറ്റമിൻ? സയനോകൊബാലമിനെ പറ്റിയാണ് നമ്മുടെ NTPC എക്സാം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷന് B12 ഉണ്ട്, B6 ഉണ്ട്, B2 ഉണ്ട്, B1 ഉണ്ട്. B12 ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ ലിങ്കായി B12 ആണ് സയനോകൊബാലമിൻ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. B6 നമ്മൾ പഠിച്ചു. 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ P എന്നുള്ള പോലെ പിരിഡോക്സിൻ എന്നുള്ള പേര്, B6 പിരിഡോക്സിൻ. ഇനി B2 എന്താണ്? ഇവിടെ സൈഡിലായിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ R, റൈബോഫ്ലേവിൻ അല്ലെ, റൈബോഫ്ലേവിൻ. ഇനി B1 എന്ന് പറയുന്നത് എന്താണ്? T എന്നുള്ള ലെറ്റർ ഓർത്തിരിക്കുക, തയമിൻ. ഓക്കെ, സോ കംപ്ലീറ്റ് ലിസ്റ്റ് ആയി. ഇവിടെ ഓപ്ഷൻ A ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൈറ്റമിൻ B1 എന്നാണ്. B1 എന്ന് പറയുന്നത് Tയിലേക്ക് കണക്ട് ചെയ്യണം. തയമിൻ ആണ് വൈറ്റമിൻ B1 അല്ലെ. റൈബോഫ്ലേവിൻ ഏതാ? B2 ആണ്. തൈമിൻ ആണ് B1 എന്ന് പറയുന്നത്. നിയാസിൻ എത്രയാ? B3 ആണ് അല്ലെ.
ബയോട്ടിൻ, ബയോളജി പഠിച്ചത് 7ാം ക്ലാസ്സിന് ശേഷം. B7. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി, തൈമിൻ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ B2? B2ന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2ന്റെ സൈഡിലായിട്ട് ഒരു വര വരച്ചാൽ എന്തായി? ആറായി. റൈബോഫ്ലേവിൻ അല്ലെ, റൈബോഫ്ലേവിൻ. അപ്പൊ നിയാസിൻ ഏതാ? നിയാസിൻ വൈറ്റമിൻ B3 ആണെന്ന് നമ്മൾ പഠിച്ചു. പാൻഡോതെനിക് ആസിഡ്, പെന്റ് അല്ലെ, B5 എന്ന് പറയാം. പിരിഡോക്സിൻ, B6 ആണ് അല്ലെ, സോറി, യെസ്, B6 ആണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. B6 ആണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. 6 തിരിച്ചിട്ട് പിരിഡോക്സിൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൈറ്റമിൻ B7? B7 ഏതാണ്? 7ാം ക്ലാസ്സിന് ശേഷം ബയോളജി പഠിച്ചു അല്ലെ, ബയോട്ടിൻ. ഇവിടെയൊന്നും നമുക്ക് പിന്നെ റീതിങ്ക് ചെയ്യേണ്ട ആവശ്യം പോലില്ല, നമ്മളെ കറക്റ്റ് ഫിക്സഡ് ആക്കി ചോദ്യത്തിലൂടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ, ബയോട്ടിൻ. അടുത്തതായിട്ട്, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B5? B5ന്റെ പേരെന്താണ്? പാൻഡോതെനിക് ആസിഡ്. പെന്റഗൺ, പാൻഡോതെനിക് ആസിഡ്, ഓപ്ഷൻ സി. സോ ഒട്ടും സംശയം കൂടാതെ വൈറ്റമിൻ ബിയുടെ എല്ലാ പേരുകളും നമ്മൾ കറക്റ്റായിട്ട് ഓർത്തു വെച്ചിരിക്കുകയാണ്. സോ നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമുകൾക്കും ഇത് വളരെയധികം പ്രയോജനകരമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ വരാൻ പോകുന്ന ബാച്ചുകളിലേക്കും നിങ്ങൾക്കായിട്ട് എല്ലാ ഫാക്കൽറ്റീസും ഇതുപോലുള്ള ടിപ്സും ട്രിക്സുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ NTPC എക്സാമുകളിലേക്ക് CBT 1 ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിയാനുള്ള ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പതുക്കെ പോവുകയാണ്. സോ നിങ്ങളുടെ CBT 2ന്റെ പ്രിപ്പറേഷൻ്റെ ആ ഒരു തയ്യാറെടുപ്പിനെ സഹായിക്കാനായിട്ട് സൈലം റെയിൽവേസ് ഒരുക്കുന്ന ബാച്ചാണ് RRB NTPC CBT 2 ബാച്ച് എന്ന് പറയുന്നത്. സോ 250-ലധികം മണിക്കൂറുകളായിട്ട് നിങ്ങളുടെ ഈ NTPC CBT 2 എക്സാമിന് വേണ്ടി സഹായിക്കാനായിട്ട് ക്ലാസ്സുകൾ ഡെയിലി 2 to 4 hours എന്നുള്ള രീതിയിൽ വീക്ക്ലി 5 to 6 days ആണ് ക്ലാസ്സുകൾ വരുന്നത്. നമ്മുടെ ജൂലൈയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 2500 രൂപ മാത്രമാണ്. ഇനി നമ്മുടെ RRB NTPC റെഗുലർ 1.0 ബാച്ച് 2026 NTPC എക്സാമിനെ ലക്ഷ്യം വെച്ച് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു റെഗുലർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 450-ൽ പരം മണിക്കൂറുകളാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് കരുതിയിരിക്കുന്നത്. 2 to 4 hours ഡെയിലി ക്ലാസ്സും 5 to 6 വീക്ക്ലി ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ കംപ്ലീറ്റ് NTPC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു റെഗുലർ ബാച്ചായിട്ട് റെഗുലർ 1.0 ബാച്ചും സൈലം റെയിൽവേസ് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട് ജൂലൈയിൽ. കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഇവിടെ കോഴ്സ് ഫീ 3999 രൂപയാവും മാത്രമാണ്. സോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ആസ്പിറൻ്റ് ആണെങ്കിലും കോഴ്സുകൾ ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് തന്നെ പഠിക്കുക. സോ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.